നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണി പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. പുതിയ വർഷത്തിൻ്റെ ആദ്യ വ്യാപാര ദിനമായിരുന്നു വെള്ളിയാഴ്ച. 7700 മുകളിലാണ് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധേയമായ കുതിപ്പ് ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ഉണ്ടായി എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ചൊവ്വാഴ്ച വരാനിരിക്കുന്ന വായ്പാ നയത്തിലാണ് ഇനി ഓഹരി വിപണിയുടെ പ്രധാനപ്പെട്ട കണ്ണ്. വിപണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകവും വായ്പാ നയം തന്നെ. തുടർന്ന് നാലാം പാദ റിസൾട്ടുകളും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പതിവുപോലെ മാർക്കറ്റ് വാച്ച് ആരംഭിക്കുന്നു. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനൻ തന്നെയാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ചൊവ്വാഴ്ച വരാനിരിക്കുന്ന വായ്പാ നയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ് വായ്പാ നയം സംബന്ധിച്ച് വിപണിയുടെ പ്രതീക്ഷ? ഓൾറെഡി മാർക്കറ്റിൽ ഈ ഒരു 50 ബേസിസ് പോയിൻ്റാണ് മാർക്കറ്റിൻ്റെ ഒരു പ്രതീക്ഷ. 25 ബേസിസ് പോയിൻ്റ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു മാർക്കറ്റ്. ആ ഇവൻ്റ്, മേജർ ഇവൻ്റായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഇവൻ്റാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റിൻ്റെ റൈഡിൻ്റെ ഒരു റീസൺ പോലും അതാണ്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മന്ത് മാർച്ച് എനിക്ക് തോന്നുന്നു 25,000 crore ക്യാഷ് മാർക്കറ്റ് ബൈയിങ് സൈഡിലാണ്. ഈ ആഴ്ച ലാസ്റ്റ് വീക്കും 8,400 crore FIs ബൈയിങ് സൈഡിലാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് യൂഷ്വൽ സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. ഇപ്പോൾ ദിവസം തന്നെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പറയുണ്ടായി പലിശ കുറയേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച്. സ്വാഭാവികമായിട്ടും 50 ബേസിക് പോയിൻറ്റ്സ് എന്നൊരു തീരുമാനത്തിലേക്ക് രഘുറാം രാജൻ എത്തുമോ? അതിനുള്ള സാധ്യത കുറവാണ്. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 50 ബേസിസ് പോയിൻ്റാണ്. ആ 50 ബേസിസ് പോയിൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഈ 7,700 മുകളിൽ ക്ലോസിംഗ് വരാനുള്ള റീസൺ. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രതീക്ഷയും ഈ 7,700 മുകളിൽ നിൽക്കുന്നതിൻ്റെ റീസൺ ഈ FIസും 50 ബേസിസ് പോയിൻ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 50 ബേസിസ് പോയിൻറ്റിൽ കുറയുന്ന 25 ബേസിസ് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ ഒരു കട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഓൾറെഡി 25 ബേസിസ് പോയിൻറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. 50 ബേസിസ് പോയിൻറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു നിഫ്റ്റിയുടെ ഒരു ലെവൽ 8,000 ലെവലിലേക്ക് പോകാനുള്ള ഒരു എനർജി അത് തന്നെയായിരിക്കും. അതിലൊരു ഫ്യൂവൽ 8,000 പോകാനുള്ളൊരു ഫ്യൂവൽ എന്ന് പറയുന്നത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 50 ബേസിസ് പോയിൻ്റ് കട്ട് തന്നെയായിരിക്കും. ഇന്ന് തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. വലിയ ഒരു സമ്മറാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ വലിയ നാശങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പിന്നീട് മൺസൂണുമുണ്ട്. ഈ കാലാവസ്ഥാ ഘടകങ്ങൾ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനെ നേരിട്ട് ബാധിക്കുന്നതാണ്. RBI ഇത്തരം ഘടകങ്ങൾ കൂടി പരിഗണിക്കുമല്ലോ സ്വാഭാവികമായി. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഡ്രൗട്ട് അത് വരാനുള്ള പോസിബിലിറ്റി, മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ് നെക്സ്റ്റ് വീക്കോടുകൂടി മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ് വരും. ഇപ്പം മൺസൂൺ ബെറ്ററായിട്ടുള്ള മൺസൂൺ വന്നില്ലെങ്കിൽ അത് വീണ്ടും ഇൻഫ്ലേഷൻ, അത് വീണ്ടും ഒരു ക്രൈസിസിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഡിസിഷൻ വരുന്നത്. പക്ഷേ ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി പറയുന്നു, ഇൻഡസ്ട്രിയലിസ്റ്റ് എല്ലാം തന്നെ ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത, അതിൻ്റെ ആവശ്യകതയൊക്കെ ഓവറോൾ ഇക്കണോമിയൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള മൂവാണ്. ഇന്ന് കേന്ദ്ര ബജറ്റ് വന്ന ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരുപക്ഷെ ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും കരുതി. അതെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ റൈഡാണ് ഇപ്പോൾ ലാസ്റ്റ് വീക്കൊക്കെ നമ്മൾ കണ്ടതും. ഈ FIസിൻ്റെ ഈ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ്റെ ഒരു പ്രധാന റീസൺ പോലും അത് തന്നെയാണ്. അതിൽ വിപരീതമായി ഈ 25 ബേസിസ് പോയിൻ്റ് ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഇവൻ്റാണ്. മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെയാണ്. ദെൻ റിസൾട്ട് സീസൺ, 4th ക്വാർട്ടർ റിസൾട്ടാണ്. ഈ 2 ഫാക്ടേഴ്സാണ് മാർക്കറ്റിനെ ഈ മാസം ഏപ്രിൽ മാസത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന മേജറായിട്ടുള്ള 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് റിസൾട്ടും 2 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. അത് നെക്സ്റ്റ് വീക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം വരുന്നു. അതിനോട് മാർക്കറ്റ് അതിൻ്റെ ഔട്ട്കം എന്താണോ അതിനനുസരിച്ചുള്ള മാർക്കറ്റ് അതിനോട് റിയാക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വീക്ക് 2 റിസൾട്ട്, ഒന്ന് കിറ്റെക്സ് റിസൾട്ട്, ദെൻ BHEL. അതൊന്നും മാർക്കറ്റിനെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസൾട്ടല്ല. 15th ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരുന്നു. അപ്പോൾ ആ റിസൾട്ട് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ റിസൾട്ടിനനുസരിച്ചായിരിക്കാം ഫർദർ ഈ ഏപ്രിൽ സീരീസ് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് തീരുമാനിക്കുന്നത് 2 മേജറായിട്ടുള്ള ഇവൻറ്റും. ദെൻ ഗ്ലോബലി ഉണ്ടാകുന്ന എക്കണോമിക് റിവൈവൽ, അല്ലെങ്കിൽ എക്കണോമിയിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റ് റിസൾട്ട് സംബന്ധിച്ച് പൊതുവെ ഒരു പ്രതീക്ഷ എന്താ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പൊതുമേഖലാ ബാങ്കുകളുടെ റിസൾട്ട് സംബന്ധിച്ച സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പൊതുവെ പല പ്രധാനപ്പെട്ട സെക്ടറിലും പ്രത്യേകിച്ചും Q3 മോശമായ സെക്ടറുകളിലൊക്കെ ഈ റിസൾട്ട് എന്ത് ഗുണമായിരിക്കും പൊതുവെ ഉണ്ടാക്കാൻ പോകുക? ഒരു ബെറ്റർ റിസൾട്ട് ഒരിക്കലും മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല അഭിലാഷ്. Q3 കമ്പയർ ചെയ്യുമ്പോൾ Q4 കുറച്ചുകൂടെ മോശമാകാനുള്ള സാധ്യതയാണ് അനലിസ്റ്റുകൾ പറയുന്നത്. തീർച്ചയായും ബാങ്കുകൾ അത് ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു.
അത് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. അങ്ങനെ ഒരു മോശം റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായി കുറച്ചെങ്കിലും സർപ്രൈസ് വന്നാൽ ഒരു സർപ്രൈസ് വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7700 മുകളിലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. ടെക്നിക്കലി മാർക്കറ്റിനെ എങ്ങനെ കാണാം? 7700 മുകളിലും നമ്മൾ ലാസ്റ്റ് 2 എപ്പിസോഡായിട്ട് പറയുന്ന 7750 ആൻഡ് 7800 എന്ന് പറയുന്ന മേജർ സപ്ലൈ സോൺ അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസ് ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 50 ബേസിസ് പോയിൻറ്റ് കട്ട് വരികയാണെങ്കിൽ 7800 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 8000 ലെവലിലേക്ക് പോകാം. അതല്ലാത്ത സാഹചര്യത്തിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 7550 ദെൻ 7400 ഈ 2 ലെവൽ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഒരു ഏപ്രിൽ സീരീസിൽ മാർക്കറ്റ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം വരിക, റിസൾട്ട് മോശമാവുക, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് 7200 വരെ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രതീക്ഷിക്കാം. FISൻ്റെ വിഡ്രോവൽ ഇത് രണ്ടും നെഗറ്റീവായി വരികയാണെങ്കിൽ FISൻ്റെ വിഡ്രോവൽ സ്വാഭാവികമായിട്ടും വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 7200 വരെ നമുക്ക് മാർക്കറ്റിൽ ഈ ഏപ്രിൽ ഒരു മാസത്തിനുള്ളിൽ 4 വീക്ക് കഴിയുമ്പോൾ ആ ഒരു ലെവലിലേക്ക് കറക്റ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഞാനിപ്പോൾ 7200 എന്ന് പറയുമ്പോൾ ആ ലെവൽ എത്തും എന്നുള്ളതല്ല. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും റിസൾട്ട് മോശമാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് 7550 ബ്രേക്ക് ചെയ്യുന്നു, ദെൻ 7350, ദെൻ ഫൈനലി 7200. 3 സ്റ്റേജ് ആയിട്ടാണ്. നമുക്കറിയാം 9200 എന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് ഓരോ ഫേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് കറക്ഷൻ 6825 നിന്ന് റൈഡാണ്. ഈ 7779 എന്ന് പറയുന്ന ലാസ്റ്റ് തേഴ്സ്ഡേ വന്ന അല്ല ഇന്ന് ഫ്രൈഡേ വന്ന ആ ഹൈ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 7200-നേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസരവും നിക്ഷേപകർക്ക് കിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ടും നെഗറ്റീവായി അതൊരു ഫൈനൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷേ 7200 ഒരിക്കലും പ്രതീക്ഷിക്കരുത് അഭിലാഷ്. അതിനുള്ള ഘടകങ്ങൾ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ആണ്. ഒന്ന് ഈ Q4 റിസൾട്ടും, 2 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനങ്ങളും, ദെൻ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസും. ഇത് 3ഉം നെഗറ്റീവായി വരികയാണെങ്കിൽ മാത്രമേ 7200 എന്ന് പറയുന്ന ലെവലിലേക്ക് പോവുകയുള്ളൂ. അതേസമയത്ത് 50 ബേസിസ് പോയിൻറ്റ് കട്ട് വരുന്നു. Q3യേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് Q4 വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ 8000 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഓവറോൾ ഇന്ത്യൻ എക്കണോമിയും ഇന്ത്യയുടെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് എല്ലാം തന്നെ വളരെ പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് Q4 ബെറ്ററായി വരികയാണ്. അതുകൊണ്ട് തന്നെ FISൻ്റെ ഇത്രത്തോളം ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വരാനുള്ള റീസൺ ബജറ്റിന് ശേഷം വളരെ ആക്റ്റീവ് ബൈയിങ് മോഡിലേക്ക്, കാരണം ബജറ്റിന് ശേഷം 25,000 crore നെറ്റ് ബൈയിങ് ക്യാഷിൽ വരാനുള്ളൊരു പ്രധാന റീസൺ ചില പോസിറ്റീവ്സ് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദെൻ Q4 റിസൾട്ട് വരികയാണ്, ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യും. ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 2 സൈഡും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് 7200 വരുമോ അല്ലെങ്കിൽ 8000 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമോ എന്നുള്ളത്. ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇതിൻ്റെ ഔട്ട്കം അതിനനുസരിച്ചാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുക. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ച ലഭിച്ച മെയിലുകളിലേക്ക് പോകാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ലഭിച്ച മെയിലുകളിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ശ്രീ അജീഷിൻ്റെ മെയിലാണ്. ഗ്രാസിം, ഹാവെൽസ്, ആക്സിസ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, KPIT, വിപ്രോ, സിയറ്റ്, ജെറ്റ് എയർവേസ് തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും ചോദിക്കുന്നത്. ഇത് വളരെ നല്ലൊരു വളരെ നാളുകൾക്ക് ശേഷമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. ഗ്രാസിം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതും ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയറായി മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 3700, 3400 2 ലെവൽ. 3400 എന്ന് പറയുന്ന മാർക്കറ്റിൽ ഈ നേരത്തെ പറഞ്ഞ 2 ഇവൻറ്റും വളരെ മോശമായി വരികയാണെങ്കിൽ വരാവുന്നൊരു ടാർഗറ്റാണ്. 4100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഹാവെൽസ് ആണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ് ഹാവെൽസ് മൂവ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഫെയർ ആണ്. അപ്പോൾ ലോങ് ടൈം വ്യൂവിൽ കറണ്ട് ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. 300 and 270 2 സപ്പോർട്ട് ലെവലാണ്. 400 ആണ് ഒരു ലോങ് ടൈം ഹാവെൽസിൻ്റെ ടാർഗറ്റ്. ആക്സിസ് ബാങ്ക് ആണ്. ബാങ്കിങ് എന്തായാലും ഈ മന്തിനൊരു പ്രത്യേകത എന്ന് പറയുന്ന റിസൾട്ട് സീസണാണ്. അതുകൊണ്ട് വോളറ്റിലിറ്റി മാർക്കറ്റിൽ ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റിയിലൊക്കെ തന്നെ വളരെയധികം വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ 140 പോയിൻറ്റ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് വീക്കിലൊക്കെ തന്നെ ആ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇപ്പോൾ ലാസ്റ്റ് ബജറ്റിന് ശേഷം ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റൈഡ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകാനുള്ള സാധ്യത അത് പ്രധാനമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും. അത് വളരെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ വീണ്ടും പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള, പുതിയ ഹൈ എന്ന് ഞാൻ പറയുന്നത് റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. 410 and 370 അത് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ലെവൽ വരാൻ സാധ്യതയുള്ളൂ. നെക്സ്റ്റ് വീക്ക് വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഈ രണ്ട് ഫാക്ടേഴ്സും വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ഞാൻ ഇത്രത്തോളം സ്പെസിഫിക് ആയിട്ട് ഇത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ രണ്ട് മേജർ ഇവൻറ്റ് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഫർദർ മൂവ് നിശ്ചയിക്കുന്നതും മാർക്കറ്റിൻ്റെയും ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നിശ്ചയിക്കുന്നതും അത് തന്നെയാണ്. പ്രത്യേകിച്ചും റിസൾട്ടിനനുസരിച്ച് പലപ്പോഴും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഓരോ റിസൾട്ടും ഏപ്രിലിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ മന്ത് തന്നെയാണ്. ഓരോ റിസൾട്ടും നമ്മൾ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. അതിൽ ആക്സിസ് ബാങ്ക് 500 ആണ്. എല്ലാം വളരെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ഒരു 500 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ദെൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. 22 ലെവൽ വരെ ലാസ്റ്റ് കറക്ഷൻ വന്നതാണ്. 27 and 21 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 21 എന്ന് പറയുന്നത് ലാസ്റ്റ് കറക്ഷനിൽ വന്നൊരു ലെവലാണ്. 27 ഒരു സേഫായിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റ് തന്നെയാണ്. 40 ലെവലാണ്. ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ 40 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് ഉണ്ട്. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും വളരെ ഫെയർ ആണ്. ദെൻ KPIT ടെക്നോളജി വളരെ ഫെയർ വാല്യൂ. ഇപ്പോഴത്തെ ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വളരെ സൗണ്ടായിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ആണ്. 130, 110 രണ്ട് സപ്പോർട്ട് ലെവൽ, 180 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ഈ ഒരു പോർട്ട്ഫോളിയോ മറ്റ് നിക്ഷേപകർക്കും കൺസിഡർ ചെയ്യാവുന്ന ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ്. ഈ ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഓരോ റിസൾട്ടും RBIയുടെ മൂവ് ഇതെല്ലാം തന്നെ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതോടൊപ്പം ഈ ഗ്ലോബലി സംഭവിക്കുന്ന ചൈനീസ് മാർക്കറ്റിൽ സംഭവിക്കുന്നതും ജപ്പാൻ അതുപോലെ തന്നെ യൂറോപ്പ് ഏഷ്യൻ മാർക്കറ്റിലൊക്കെ സംഭവിക്കുന്ന മൂവ് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. കാരണം ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഗ്ലോബലി മാർക്കറ്റിലുണ്ടാകുന്ന മൂവ്മെൻ്റ് എല്ലാം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യും. അത് സ്റ്റോക്കിലും റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാ ഈവൻറ്റ്സും വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ വിപ്രോ ആണ്. വിപ്രോ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. പ്രത്യേകിച്ചും IT സെക്ടറൊക്കെ തന്നെ വളരെ പോസിറ്റീവ് തന്നെയാണ്. 520, 480 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിയറ്റ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഈ സ്റ്റോക്കുകളെല്ലാം ഞാൻ പറയുന്ന വാല്യുവേഷൻ ഫെയർ ആണ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് സെലക്ഷൻ വളരെ നല്ലതാണ്. എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് തന്നെയാണ്. സിയറ്റ് 950 and 860 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ടാർഗറ്റ്. ദെൻ വോക്കാർഡാണ്. ഈ ഫാർമ സെക്ടറിലെല്ലാം തന്നെ ലാസ്റ്റ് വീക്ക് കറക്ഷൻ സംഭവിച്ചിരുന്നു. പ്രധാനമായിട്ട് US FDAയുടെ ലൂപ്പിൻ നമുക്കറിയാം. US FDA അവരുടെ പുതിയ പ്ലാന്റിൽ ഗോവ പ്ലാന്റ് അതിനുശേഷം വീണ്ടും ചില ഇൻസ്പെക്ഷൻ 2 ഒബ്സർവേഷൻസ് കണ്ടെത്തി. അത് വളരെ സീരിയസ് ആണെന്ന് പറയുന്നു. വോക്കാർഡിലും അതുപോലെ തന്നെ ലൂപ്പിനിലൊക്കെ തന്നെ കറക്ഷൻ സംഭവിച്ചു. ലൂപ്പിനിലാണ് ഈ US FDAയുടെ ഡിസിഷൻ വന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. 1300 ബിലോ പോകുന്നതും കണ്ടു. എന്നാൽ ലാസ്റ്റ് വീക്ക് തന്നെ റിക്കവറിയും സംഭവിച്ചു. അത് കുറച്ചുകൂടെ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഒരു ഫെയർ വാല്യൂവിലാണ് ഇപ്പോൾ ഫാർമ സെക്ടറൊക്കെ തന്നെ മൂവ് ചെയ്യുന്നത്. വോക്കാർഡ് 880 and 700 വീണ്ടും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ 700 വരെ വരാം. 2 സ്റ്റേജായിട്ട് വോക്കാർഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 1300 ആണ് ഒരു ലോങ് ടൈം ടാർഗറ്റ്. ദെൻ ജെറ്റ് എയർവേസ് ആണ്. ഏവിയേഷൻ സെക്ടറൊക്കെ തന്നെ പോസിറ്റീവാണ്. ഇതിൽ ജെറ്റ് എയർവേസ് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. 500 and 450 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ സ്റ്റോക്കും ഇപ്പോഴത്തെ വാല്യുവേഷനിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 650 ആണ് ഒരു ഷോർട്ട് ടൈം ഈ സ്റ്റോക്കിൽ വരാവുന്നൊരു ടാർഗറ്റ്. അപ്പോൾ ഓരോ കറക്ഷനും ജെറ്റ് എയർവേസും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നത് തന്നെയാണ്. ഇതിൽ ഗ്രാസിം, ഹാവൽസ്, ആക്സിസ്, KPIT ടെക്നോളജി അതുപോലെ വിപ്രോ, സിയറ്റ്, വോക്കാർഡ്, ഫൈനലി ജെറ്റ് എയർവേസ് ഇതെല്ലാം തന്നെ വളരെ ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. മാർക്കറ്റിൽ ഓരോ കറക്ഷനിലും ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ കൊണ്ടുവരാവുന്ന വളരെ നല്ല ഒരു പോർട്ട്ഫോളിയോ തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത മെയിലിലേക്ക് പോകാം. സോണിയുടെ മെയിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്, L&T, കാനറ ബാങ്ക്, കോൾഗേറ്റ്, ലുബിൻ, എക്സൈഡ്, GMR, LIC ഹൗസിംഗ് ഫിനാൻസ് തുടങ്ങിയ ഒരു നീണ്ട പോർട്ട്ഫോളിയോയാണ് സോണിയ നൽകിയിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വാല്യുവേഷൻ ഫെയർ ആണ്. 980 and 920 1140 ആണ് സ്റ്റോക്കിൽ. പുതിയ ജിയോ ഇതൊക്കെ തന്നെ ഇവരെ പ്രോഫിറ്റബിലിറ്റിയെ
ജിയോ വീണ്ടും വൈകുന്നു എന്നും പറഞ്ഞും വാർത്തകളുണ്ട്. അല്ല, അത് വൈകും, പക്ഷേ അത് നമുക്കറിയാമല്ലോ, അതിൻ്റെ ടെക്നോളജിയൊക്കെ എല്ലാ രീതിയിലും ഇംപ്ലിമെൻറ്റ് ചെയ്യണ അതിൻ്റേതായ ഡിലേ ഉണ്ടാവും. പക്ഷേ ഡിലേ ഉണ്ടെങ്കിലും അടുത്തൊരു മേജർ റവന്യൂ സോഴ്സ് എന്ന് പറയുന്ന റിലയൻസിൻ്റെ ജിയോ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ വാല്യൂഷൻ ഫെയർ ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ റിഫൈനിങ് മാർജിൻ കൂടുന്നു. ഏറ്റവും വളരെ ബെറ്റർ ആയിട്ടുള്ള ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വന്നു. എനിക്കൊന്ന് ഈ ഫൈനൽ റിസൾട്ടും ബെറ്റർ ആകാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷത്തെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു കമ്പനികളിൽ ഒന്ന് റിലയൻസ് തന്നെയാണ്. ബാക്കി ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ വളരെ അധികം ഡൗൺ സൈഡ് പോയിരുന്നു. അതേസമയത്ത് റിലയൻസ് ബെറ്റർ ആയിട്ടുള്ള മൂവ് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വാല്യൂഷൻ ഫെയർ തന്നെയാണ്. 980 and 920, 1140 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ L&T വാല്യൂഷൻ ഫെയർ ആണ്. 1150 and 1000 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1000 എന്ന് പറയുന്ന മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറക്ഷൻ, ആ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഈ 1000 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. അതിന് ഈ FISൻ്റെ വിഡ്രോവൽ വരിക, ഗ്ലോബൽ ന്യൂസ് നെഗറ്റീവ് ആവുക, അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 1000 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. 1500 ആണ്. എല്ലാം വളരെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ 1500 ലെവൽ വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. ദെൻ കാനറ ബാങ്ക് ആണ്. 180 and 152 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കോൾഗേറ്റ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, വാല്യുവേഷൻ ഫെയർ ആണ്. 800 and 740, 1000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ലൂപ്പിൻ ഓൾറെഡി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. US FDA ന്യൂസ് ഈ സ്റ്റോക്കിൽ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഒരു സെല്ലിംഗ് പ്രഷർ 1300 ബിലോ വരെ മൂവ് ചെയ്തിരുന്നു. അതിനുശേഷം ചെറിയ റിക്കവറി ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അഗൈൻ 1300 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ദെൻ ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞു 1200 ഒരു മേജർ സപ്പോർട്ട് ലെവലാണെന്ന്. ഇപ്പോഴത്തെ ടെക്നിക്കൽ ചാർട്ട് പ്രകാരം 1100 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അത് വീണ്ടും ഈ നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെ വരാനുള്ളൊരു സാധ്യത ഉള്ളൂ. കാരണം US FDA ആ വിലയിരുത്തൽ പ്രകാരം അവരുടെ മേജർ 2 ഒബ്സർവേഷനാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് നെഗറ്റീവായി വരികയാണെങ്കിൽ ഇവരുടെ US റവന്യൂവിൻ്റെ ഒരു 60% വരെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കും. അതേസമയത്ത് പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കമാണ് വരുന്നതെങ്കിൽ ഈ കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു റൈഡ് കൂടി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിൽ ലൂപ്പിൻ 1750 തന്നെയാണ് ഒരു ലോങ് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. 130 and 115 രണ്ട് സപ്പോർട്ട് ലെവൽ. 160 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ GMR ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. GMRനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ ഡൗൺ സൈഡ് റിസ്ക് GMRലില്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്നൊരു സ്റ്റോക്കാണ്. 10 and 7 വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. 10 ഇപ്പോൾ ഈവൻ കറണ്ട് വാല്യുവേഷൻ അതിൽ 10 റുപ്പീസിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 16 ആണ് സ്റ്റോക്കിൽ ഒരു റെസിസ്റ്റൻസ്. ദെൻ HCL ടെക് 780 and 700 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹീറോ മോട്ടോ കോർപ്പ് ഓട്ടോമൊബൈൽ സെയിൽസ് ഒക്കെ തന്നെ വളരെ ബെറ്റർ സെയിൽസ് അനൗൺസ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷൻ ഈ സ്റ്റോക്കിലൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അശോക് ലൈലാൻഡിലും അതുപോലെ മാരുതിയിലൊക്കെ തന്നെ ഒരു റൈഡ് നമ്മൾ കണ്ടു. ഹീറോ മോട്ടോഴ്സ് ലോങ് ടേം വ്യൂവിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 2750 and 2500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 3200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇൻഡിഗോ, ദെൻ സെയിം ജെറ്റ് എയർവേസ് പോലെ തന്നെ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി നല്ല റൈഡ് സംഭവിച്ചു. നല്ല കറക്ഷനും ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സ്റ്റോക്കിൽ വീണ്ടും എൻട്രി അഡ്വൈസബിൾ ആണ്. 840 and 710 എന്ന് പറയുന്ന ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുമ്പോൾ 840 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 1100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് വാല്യുവേഷൻ ഫെയർ, ഫണ്ടമെൻ്റലി സൗണ്ട്. 460 and 440 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 540 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഈ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് നന്നായി സ്റ്റഡി ചെയ്യുക, റിസൾട്ടും നന്നായി സ്റ്റഡി ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റോക്കിൽ 1-2 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം വ്യൂവിൽ അടുത്തൊരു 2 അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് ഈ സ്റ്റോക്കൊക്കെ തന്നെ ഒരു 40 to 60% റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് ഇതെല്ലാം തന്നെ. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് നേരത്തെ ഭുവനേന്ദ്രൻ പറഞ്ഞതുപോലെ വരുന്ന ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ചൊവ്വാഴ്ച വരാനിരിക്കുന്ന വായ്പാ നയം തന്നെ. 50 ബേസിക് പോയിൻറ്റ്സിൻ്റെ കുറവ് പലിശ നിരക്കിൽ ഉണ്ടാകും എന്ന ഒരു പൊതു വിശ്വാസം ഉണ്ട്. അതുണ്ടാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതോ 0.5% കുറവ് മാത്രമേ RBI വരുത്താൻ പോകുന്നുള്ളൂ? ഇതായിരിക്കും വരും ദിവസങ്ങളിൽ വിപണിയെ നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചത്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. അതുപോലെ ഹെഡ് സെക്യൂരിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുത്തത്. ഇനി മാർക്കറ്റ് വാച്ച് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.